നമസ്കാരം. ടെക് ഫോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല മഴയാണ്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്. ഇത് ഓണാവുന്നില്ല, ഇത് ഫുൾ ഡെഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ആയിരിക്കും കംപ്ലൈൻ്റ് ആയിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതുപോലുള്ള സ്മാർട്ട് വാച്ചിലൊക്കെ സാധാരണ രീതിയിൽ ബാറ്ററിയാണ് കംപ്ലൈൻ്റ് ആവാറുള്ളത്. സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിന് ഈ സ്മാർട്ട് വാച്ച് ഊരാനായിട്ടുള്ള ടൂളായിട്ട് എടുക്കുന്നത്. ഇതുപോലുള്ള ടൂൾസും നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കും, അതുവഴി ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ടൂൾ ഞാൻ മേടിച്ചത് എറണാകുളത്തുള്ള പെൻഡമാങ്ങ ഷോപ്പിൽ നിന്നാണ്. ഈ ടൂളിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല, ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് അധികം അകത്തോട്ട് കയറാത്ത രീതിയിൽ സൈഡ് മാത്രം ഇങ്ങനെ പിടിച്ച് നൈസായിട്ട്, അതായത് ധൃതി പിടിക്കാണ്ട് പയ്യെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ബ്ലേഡ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ സ്ട്രിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ കണക്ഷൻ ഒക്കെ പോവും, പിന്നെ ഡാമേജ് ആവും, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാം. ഈ ബാറ്ററിയുടെ പ്രിൻ്റ് വളരെ ചെറുതാണ്, സോൾഡർ ചെയ്തിരിക്കുന്ന പ്രിൻ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അധികം നേരം സോൾഡറിങ് ഞാൻ വെക്കരുത്, പെട്ടെന്ന് സോൾഡർ ചെയ്ത് അവസാനിപ്പിക്കണം. ഇതിൻ്റെ ബാറ്ററിയുടെ വയറ് പ്ലസ് ആയിട്ട് റെഡും നെഗറ്റീവായിട്ട് മൈനസാണ് കൊടുത്തിരിക്കുന്നത്. ചിലതിൽ പ്ലസ് റെഡും മൈനസിന് ബ്ലാക്ക് പെയിനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് സോൾഡർ ചെയ്യുക, പ്ലസ് മൈനസ് മാറാത്ത രീതിയിൽ. അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഞാനതിന് എടുത്തിരിക്കുന്നത് ഫെവിബോണ്ട് എന്നുള്ള പശയാണ്, സൂപ്പർ ഗ്ലൂ, അതുപോലെ തന്നെ ഫെവിക്വിക്ക് അതുപോലുള്ള പശ ഇതിൽ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ബാറ്ററി മാറ്റുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പോവുകയും അതുപോലെ എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ്. ഗ്ലാസ് ക്ലീനറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.